ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ 3 ഇമ്പോർട്ടൻറ്റ് ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല സാധാരണ സ്റ്റേറ്റുകാർക്ക് സ്കൂളിൽ പഠിപ്പിക്കാറില്ല. സോ വിൽ ഡു ഇറ്റ്. ശ്രദ്ധിക്കാം. ഇവിടെ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പി എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് തിൻ വയർ ഓഫ് ലെങ്ത് എൽ ക്യാരിയിങ് എ ചാർജ് ക്യൂ. ഇങ്ങനെ ഒരു തിൻ വയർ ഉണ്ട്, ഇതിലെ ചാർജ് ക്യൂ ആണ്, അതിൻ്റെ ലെങ്ത് എല്ലാണ്, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് ഈ പോയിന്റ് വരുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 90 ആയിരിക്കും. അതുപോലെ ഇത് എല്ലാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? L/2 ആയിരിക്കും. ഇത് L/2 ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ളൊരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് പി ഫ്രം ദ സെൻറ്റർ ഓഫ് ദ റോഡ് ഈസ്. ഈ റോഡിൻ്റെ സെൻറ്ററിൽ നിന്നും പിയിലേക്കുള്ള ദൂരം നമുക്ക് തന്നിട്ടുണ്ട്, √3/2L. അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതാണ് പരിപാടി. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ബേസിക്കലി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത് ഈ രീതിയിൽ, ഈ ഡയറക്ഷനിലാണ് ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഫോർമുല വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് അല്ല പഠിക്കുക, ഇതിൻ്റെ വാല്യൂ അല്ല പഠിക്കുക. നമ്മൾ ഇതിൻ്റെ 2 കമ്പോണൻസ് ഉണ്ടല്ലോ, ഇങ്ങനൊരു കമ്പോണൻ്റ് ഉണ്ടായിരിക്കും, ഇങ്ങനൊരു കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. ഈ 2 കമ്പോണൻസിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫോർമുലയിൽ പഠിക്കുന്നത്. ഇതിൽ ഈ കമ്പോണൻറ്റിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ്, ഇത് ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എന്നാണ് വിളിക്കുക. കണ്ടോ? ഈ കമ്പോണൻറ്റ് നമ്മുടെ റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് K⁴R ഇൻറ്റു സൈൻ ഓഫ് θ1 + θ2 ആണ്. ഇവിടെ θ1 θ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനൊരു വര വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളാണ് നമ്മുടെ θ1. അതുപോലെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആംഗിളാണ് നമ്മുടെ θ2. കണ്ടോ? ക്ലിയർ? ഇനി ഈ ഒരു കേസിൽ θ1ഉം θ2ഉം സെയിം ആണ്. 2 ആംഗിൾ, ഇത് തീറ്റയാണ്, ഇതും തീറ്റയാണ്. കാരണം ഇത് ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇവിടെ 2 ആംഗിളും സെയിം ആണ്. ഓക്കെ, ശരി. ഇതുപോലെ ഈ കമ്പോണൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പാരലൽ കമ്പോണൻ്റ് എന്നാണ്. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഈ ഫോർമുല എന്ന് പറയുന്നത് K⁴R ആണ്. കേട്ടോ? എന്നോട് സിമിലർ ആണ്, വ്യത്യാസം ഇവിടെയാണ് വരുന്നത്. കോസ് ഓഫ് θ1 മൈനസ് കോസ് ഓഫ് θ2, ഇങ്ങനൊരു വ്യത്യാസമാണ് ഉള്ളത്. ഓക്കെ, θ1 ഈ ആംഗിൾ, θ2 ആംഗിൾ. ഇവിടെ θ1ഉം θ2ഉം സെയിം ആണ്, രണ്ടും എന്താ? തീറ്റയാണ് അല്ലേ? അപ്പോൾ കോസ് θ മൈനസ് കോസ് θ 0. അതായത് ഈ ഒരു കേസിൽ 2 ആംഗിളും സെയിം ആകുന്ന കേസിൽ ഈ പാരലൽ കമ്പോണൻറ്റ് ഉണ്ടായിരിക്കില്ല. ഈ പാരലൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? ഈ പെർപെൻഡിക്കുലറിനോട് ഈക്വലാണ്. ദാറ്റ് ഈസ് K⁴R ഇൻറ്റു സൈൻ ഓഫ് തീറ്റയുടെ വാല്യൂ, θ1ൻ്റെ വാല്യൂ തീറ്റയാണ്, പ്ലസ് ഇവിടെ θ2 അല്ല കേട്ടോ, ഇവിടെ സൈൻ θ2 ആണ്. അപ്പോൾ സൈൻ ഓഫ് θ2ൻ്റെ വാല്യൂ തീറ്റയാണ് അല്ലേ? ഇങ്ങനെ കിട്ടും. സോ നമുക്ക് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസ് കിട്ടും. സോ കെയുടെ വാല്യൂ, കെക്ക് വരം എന്തിട്ട് കൊടുക്കാം? ദിസ് ഈസ് ഈക്വൽ ടു കെക്ക് വരം 1/4πε0 എന്ന് എഴുതി. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? ലാംഡ എന്ന് പറഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത്. അപ്പോൾ ലാംഡയ്ക്ക് നമുക്ക് ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത് എല്ലാണ്, അതിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കേണ്ട R. സെൻറ്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര? √3/2L അല്ലേ? അപ്പോൾ Rൻ്റെ വാല്യൂ √3L ഉണ്ട്. പിന്നെ 2നെ ഞാൻ എന്ത് ചെയ്യുക? മുകളിലേക്ക് എഴുതി. ക്ലിയർ? ഇനി സൈൻ θ പ്ലസ് സൈൻ θ 2 സൈൻ θ എന്നാണ് വരിക അല്ലേ? 2 സൈൻ θ. ഓക്കെ, ഞാൻ ഇവിടെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യാം. 2 സൈൻ θ ആണ് വരിക. ശരി, ഇത്രയും വിസിബിൾ അല്ലേ? യെസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 ക്യാൻസൽ. സോ ദിസ് ഈസ് Q/, ഇവിടെ ഒരു 2 ബാക്കിയുണ്ട്, ഒരു π ഉണ്ട്, പിന്നെ ഒരു ε0 ഉണ്ട്, L × L² ഉണ്ട്, പിന്നെ ഒരു √3 ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. വിസിബിൾ അല്ലേ? യെസ്. പിന്നെ ഇവിടെ ഒരു 2ഉം കൂടെ ഉണ്ടല്ലേ? ഈ 2 ഇവിടെ ക്യാൻസലായി, പിന്നെ ഒരു 2ഉം കൂടെ, അപ്പോൾ ഈ 2ഉം ക്യാൻസലാവും, ഈ 2ഉം ക്യാൻസലായി. ബാക്കി നമുക്ക് സൈൻ θയുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. ശരിയല്ലടാ? ഈ 2 4ൽ ക്യാൻസലായി അല്ലേ? 2 × 2 4, 4ഉം ക്യാൻസലായി. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇനി ഇവിടെ ഇൻറ്റു സൈൻ θയുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. സൈൻ θയുടെ വാല്യൂ ഇട്ട് കൊടുക്കാൻ
സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അറിയണം. ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓവർ ബേസിൻ്റെ സ്ക്വയർ എത്രയാണ്? ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ √3 സ്ക്വയർ 3, 2 സ്ക്വയർ 4, എല്ലിൻ്റെ സ്ക്വയർ L സ്ക്വയർ പ്ലസ് ഹൈറ്റ് എത്രയാണ്? L/2, അതിൻ്റെ സ്ക്വയർ L²/4. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 4L²/4, അതായത് 1 എന്ന് കിട്ടും. ഭാഗ്യം, സിമ്പിൾ പരിപാടി. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആയല്ലോ. Q/πε0 L² √3, Q/πε0 L² √3. മിസ്റ്റേക്ക് ഉണ്ട് എവിടെയെങ്കിലും? Q/πε0 L² √3. ഇതാണ് നമ്മുടെ ഇവിടെ ഇതിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് 1 കിട്ടിയത്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ദിസ് ഈസ് ആക്ച്വലി ഇവിടെ എന്താ കിട്ടുക? 1 തന്നെയാണ് കിട്ടുക. ഇത് L എന്നല്ല കിട്ടുക, ദിസ് ഈസ് L എന്നാണ് കിട്ടുക. ശരിയല്ലടാ, ഇത് L എന്നാണ് കിട്ടുക. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് L/2 ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ L ക്യാൻസൽ. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് വരുന്നുണ്ടല്ലേ. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് Q/2πε0 L² √3. Q/2 ഉണ്ട്, √3 ഉണ്ട്, പൈ ഉണ്ട്, ε0 ഉണ്ട്, L² ഉണ്ട്. ഇനി വേറെ എന്താ വേണ്ടത്? വേറെ ഒന്നും വേണ്ട. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫിഗർ ഷോസ് എ റോഡ് AB. ഇത് AB എന്ന് പറയുന്ന റോഡാണ്. വിച്ച് ഈസ് ബെൻഡ് ഇൻ ടു 120 സർക്കുലാർ ആർക്ക് ഓഫ് റേഡിയസ് R. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് R ആയിട്ടുള്ളൊരു സർക്കുലാർ ആർക്കാക്കി മാറ്റി റോഡിനെ. ഇവിടെ ആംഗിൾ എത്ര? ഈ ആംഗിൾ 120 ആണ്. ഓക്കെ, ശരി. ഇനി എ ചാർജ് -Q യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ റോഡ്. അപ്പോൾ ഈ റോഡിൻ്റെ മേലെ നമ്മളൊരു -Q ചാർജ് കൊടുത്തുകൊണ്ട് മൈനസ് ഒരു -Q ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയിൽ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് E എന്ന് പറയുന്ന പോയിന്റിൽ. ഇതാണ് നമ്മുടെ അറ്റ് ദ പോയിന്റ് E അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചറോ. ഇതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ. കണ്ടോ, ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ? അത് ഡയറക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് I ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ I ക്യാപ്പ്. അപ്പോൾ ഇതെല്ലാം എന്തായാലും ശരി. ഇതിലേതൊന്നാണ്? ബാക്കി നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. വാല്യൂ എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ഒരു സർക്കുലർ ആർക്കിൻ്റെ സെൻറ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 2K λ/R ഇൻറ്റു സൈൻ θ/2. ഇതാണ് ഫോർമുല. വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. 2 ഇൻറ്റു കെയുടെ വാല്യൂ 1/4πε0 ഇൻറ്റു ലാംഡയുടെ വാല്യൂ ടോട്ടൽ ചാർജ് ബൈ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ ഇതാണ് ലെങ്ത് അല്ലേ? ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഇത് ആർക്കാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ ചാർജ് ബൈ ആർക്ക് എന്ന് എഴുതാം. ഈ ആർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഇൻറ്റു തീറ്റ. അപ്പോൾ റേഡിയസ് ആറാണ്, തീറ്റ ഈ ആംഗിൾ 120, അതിന് നമ്മൾ റേഡിയനിൽ ഇട്ട് കൊടുക്കണം. 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/3. സോ ഇതാണ് നമ്മുടെ ആർക്ക് അല്ലേ? സോ ലാംഡയുടെ വാല്യൂ എന്താ? ലാംഡ ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ R ഇൻറ്റു 2π/3. അതിനെ മുകളിലേക്ക് എഴുതി. അപ്പോൾ ഈ ലാംഡയുടെ വാല്യൂ ഇവിടേക്ക് എഴുതാം. ലാംഡയുടെ വാല്യൂ ഇവിടെ 2 ഇവിടെ എഴുതി, കെയുടെ വാല്യൂ എഴുതി, ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും? ലാംഡയുടെ വാല്യൂ 3 ഉണ്ട്, ഒരു Q ഉണ്ട്, ഡിവൈഡഡ് ബൈ R ഉണ്ട്, പിന്നെ ഒരു 2π ഉണ്ട് അല്ലേ? ഇവിടെ ഒരു R കണ്ടോ? ഈ R എന്താ? ഇത് ഇതിൻ്റെ റേഡിയസ് ആണ്. ഈ സ്മോൾ r എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ആറും കൂടെ വരും, വീണ്ടും ഒരു ആറും കൂടെ വരുമ്പോൾ ഇത് R² ആയി. പിന്നുള്ളത് എന്താ? പിന്നെ സൈൻ ഓഫ് θ/2. ഓക്കെ, മൊത്തം ആംഗിൾ എത്രയാണ്? 120. അപ്പോൾ 120യുടെ ഹാഫ് 60. അപ്പോൾ സൈൻ 60 എന്ന് പറയുന്നത് √3/2. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2 ഇവിടെ ക്യാൻസൽ, ബാക്കി ഒരു Q ഉണ്ട്, പിന്നൊരു 3√3 ഉണ്ട്, ഡിവൈഡഡ് ബൈ
പിന്നെ എന്തുള്ളത് 4 × 2 ഒരു 8 ഉണ്ട്. പിന്നെ പൈ ഇൻറ്റു പൈ ഒരു പൈ സ്ക്വയർ ഉണ്ട്. പിന്നെ പൈ സ്ക്വയർ ഉണ്ട്. പിന്നെ എന്തൊക്കെയുള്ളത്? പിന്നെ ഒരു എപ്സിലോൺ 0 ഉണ്ട്. പിന്നെ ഒരു ആർ സ്ക്വയർ ഉണ്ട്. കഴിഞ്ഞോ? ഇതിനൊരു ഓപ്ഷൻ ഉണ്ടോ? ഡയറക്ഷൻ എന്ന് പറയുന്നത് ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷനാണ്. ഇതിനൊരു ഓപ്ഷൻ ഉണ്ടോ? 3 ഉണ്ട് ഇവിടെ 3 ഉണ്ട് √3 ഉണ്ട് Q ഉണ്ട്. ശരി. പിന്നെ 8 പൈ സ്ക്വയർ എപ്സിലോൺ 0 ആർ സ്ക്വയർ. ശരിയല്ലേ? ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, നൗ വി ഷാൽ ഗോ ഫോർ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെക്ഷൻ. ശ്രദ്ധിക്കാം, ഇതും ഫോർമുല ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടത്തേക്ക് ഫോർമുലാസൊക്കെ ഓർത്ത് വെക്കാനുണ്ട്. ഇതുവരെ പറഞ്ഞ ഫോർമുലാസൊക്കെ ഓർത്ത് വയ്ക്കുക. 8th ക്വസ്റ്റ്യൻ നോക്കാം. എ യൂണിഫോംലി ചാർജ്ഡ് ഡിസ്ക് ഓഫ് റേഡിയസ് ആർ ഹാവിംഗ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് പ്ലേസ്ഡ് ഇൻ ദ XY പ്ലെയിൻ വിത്ത് ഇറ്റ് സെൻറ്റർ അറ്റ് ഒറിജിൻ. അപ്പോൾ ഇത് XY പ്ലെയിൻ, നമ്മൾ ഇങ്ങനെ ഒരു XY പ്ലെയിൻ വരച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ XY പ്ലെയിൻ. അപ്പോൾ ഇതിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ എന്തിരിക്കുന്നത്? ആരിയിരിക്കുന്നത്? നമ്മുടെ ഡിസ്ക് ഇരിക്കുന്നുണ്ടോ? ഇതിലാണ് നമ്മുടെ ഡിസ്ക് ഇരിക്കുന്നത്. ഓക്കെ, ഡിസ്കിൻ്റെ സെൻറ്റർ ഒറിജിനിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്കിൻ്റെ സെൻറ്റർ ഒറിജിനാണ്. അപ്പോൾ നമ്മൾ XY എന്നുള്ളത് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. കണ്ടോ? ഈ രീതിയിൽ വരയ്ക്കേണ്ടി വരും. ശരിയല്ലേ? ഇത് X, ഇത് Y, ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അപ്പോഴല്ലേ ഒറിജിനൽ സെൻറ്റർ വരിക. ശരിയല്ലേ? ഇനി ഇതിൽ ചാർജ് കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു ചാർജ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചാർജ് ആവട്ടെ, +1 എഴുതാം. ഈ ചാർജ് ഡെൻസിറ്റി ഞാൻ സിഗ്മ എന്ന് എടുത്തു. സിഗ്മയാണ് ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി എന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അലോങ് ദ Z ആക്സിസ്. Z ആക്സിസ് എവിടെ വരിക? Z ആക്സിസ് ഇവിടെയല്ല വരിക. ഇതാണ് നമ്മുടെ Z ആക്സിസ് അല്ലേ? അപ്പോൾ Z ആക്സിസിൽ അറ്റ് എ ഡിസ്റ്റൻസ് Z ഫ്രം ഒറിജിനിൽ നിന്നും Z ഡിസ്റ്റൻസ് അകലെ, ഒറിജിനിൽ നിന്ന് Z ഡിസ്റ്റൻസ് അകലെ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡിസ്ക്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡിസ്കിൻ്റെ ഫോർമുല നമുക്കറിയണം. അപ്പോൾ ഡിസ്ക് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല ഇത് പെട്ടെന്ന് കഴിയട്ടോ. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഇൻറ്റു 1 - x ബൈ r സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു ഹാഫ്. ഇതാണ് ഡിസ്ക് മൂലം. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, ഇതാണ് ഡിസ്ക് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇവിടെ X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരമാണ്. ഇവിടെ സെൻറ്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം Z എന്നാണ് എടുക്കേണ്ടത്. പരിപാടി കഴിഞ്ഞു. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 1 - എക്സിന് പകരം Z എന്ന് എടുക്കുക, ഡിവൈഡഡ് ബൈ r സ്ക്വയർ പ്ലസ് Z സ്ക്വയർ ഓൾ റേസ് ടു ഹാഫ്. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ? ഓപ്ഷൻ ഉണ്ടല്ലോ. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 1 - Z ബൈ Z സ്ക്വയർ പ്ലസ് r സ്ക്വയർ ഓൾ റേസ് ടു ഹാഫ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ.